നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളുടെ അഡീനിയം എല്ലാം നന്നായി പൂവിട്ട് തുടങ്ങിയിട്ടോ. നമ്മൾ ഏത് ചെടിയെ പറ്റി പറയുകയാണെങ്കിലും അതിൻ്റെ ആധികാരികമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗ രീതികളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ആളുകൾ കുറവാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് എളുപ്പവിദ്യകളാണ്. പണ്ട് ഞാനൊരു കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ ചെടി പൂവുണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല. പക്ഷേ അത് കണ്ടതോടുകൂടി ആളുകൾ അത് കൂടുതൽ അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാനും വീഡിയോ കാണാനൊക്കെ തുടങ്ങി. കാപ്പിപ്പൊടി ഇട്ടാൽ കൂടുതൽ പൂവുണ്ടാവുന്നല്ല, കാപ്പിപ്പൊടിയിൽ എന്താണ് അതിന് പകരം നമ്മൾ വളം ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞാൽ മതിയല്ലോ. വില കൂടിയ കാപ്പിപ്പൊടി ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടീനിയത്തിന് പരിപാലിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുക. അതിനനുസരിച്ചുള്ള വീഡിയോ ഞങ്ങൾ തയ്യാറാക്കി അയക്കുന്നതായിരിക്കും. അതുകൂടാതെ മറുപടിയും നമ്മൾ കമൻറ്റ്, പറ്റുന്ന രീതിയിലോ കമൻറ്റ്. പലപ്പോഴും ഞാൻ വിളിക്കാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്. നിങ്ങളൊരു ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒറ്റ കമൻ്റായിട്ട് നൽകിയാലും വീണ്ടും സംശയങ്ങൾ വരും. അപ്പോൾ സംശയമുള്ള ആളുകൾക്ക് നേരിട്ട് വിളിക്കാം ഉണ്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെടിമേ ഒരാൾ എന്നോട് ചോദിച്ചു, ഒരു ചെടിമേ കുറേ ഗ്രാഫ്റ്റ് ചെയ്താൽ ചെടിയുടെ കരുത്ത് കുറയുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എത്ര ഗ്രാഫ്റ്റ്, ഞാൻ 12 ഗ്രാഫ്റ്റ് ചെയ്ത ചെടി ഉണ്ടായിരുന്നു. ഒരു ചെടിയിൽ 12 കളർ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക്. അപ്പം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ വേറൊരാളുടെ ഒരു സംശയമാണ്, ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എപ്പോഴാണ്? ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏത് സമയത്തും ഗ്രാഫ്റ്റ് ചെയ്യാം. കാരണം ഒരു ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ആ ചെടിക്ക് നല്ല ചൂട് കിട്ടണം, ആ ചെടിക്ക് നല്ല വെളിച്ചം കിട്ടണം, ചെടി ഇരിക്കുന്ന ചുറ്റുപാട് ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, മഴക്കാലത്ത് ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന്? മഴക്കാലത്ത് ഗ്രാഫ്റ്റ് ചെയ്യും? ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും കൃത്യമായി ഇത് പറയുന്നത് കേട്ടോ. എന്നാൽ നോർമൽ കണ്ടീഷനിൽ, നമ്മളുടെ വേറെ പ്രിക്വേഷനൊന്നും എടുക്കാതെ സാധാരണ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയ സമയം ഈ ഫെബ്രുവരിക്ക് ശേഷമുള്ള ഈ ചൂട് സമയം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ ചെയ്താൽ 100-ൽ 99% സക്സസ് ആവും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ, മഴക്കാലത്ത് ചെയ്യാൻ പറ്റുമെന്ന്. മഴക്കാലത്ത് ചെയ്യാം, ഏത് മഞ്ഞുകാലത്തൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചെടിക്ക് ചൂട് കൊടുക്കണം. അതിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, ബൾബ് ഉപയോഗിച്ചിട്ട് ഇൻകാൻഡസെന്റ് ലാമ്പ് ചെടിയുടെ അടുത്ത് തൂക്കിയിട്ടിട്ട് ആ സറൗണ്ടിങ്സിലെ ഈർപ്പത്തെ അബ്സോർബ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ചൂടാക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സംവിധാനങ്ങളുടെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വികസിച്ചായില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യൂബ്, ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെടീനെ ഈർപ്പം വരാത്ത രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യണോ ചെയ്തോളൂ. അതിൽ ടെമ്പറേച്ചർ കൂടിയാൽ അതിനെ കുറയ്ക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ കൂട്ടാൻ ബൾബ് കത്തിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കോഴിമുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്ററൊക്കെ ഓട്ടോമാറ്റിക്കലി. അതുപോലെ നമുക്ക് ഇതിനൊക്കെ എല്ലാ സംവിധാനം ഉണ്ട്. പക്ഷേ ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാവർക്കും എളുപ്പവിദ്യ. ഒരു സ്പൂൺ ഈ പൊടി ഇട്ടു, ചെടി പൂത്ത് നിറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. അതേപോലെ വേറൊരു ലിക്വിഡ് കലക്കി ഇതിൻ്റെ മേലെ ഒഴിച്ചു, എല്ലാ പ്രാണികളും ചത്തുപോയി, കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അത് എന്താണെന്നുള്ള കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരും വിളിച്ചിട്ടും അല്ലെങ്കിൽ കമൻ്റായിട്ടും നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മളോട് പറയുന്നത് ആ കൃത്യമായി ഫോളോ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. താങ്ക് യു.